ഹലോ ഗൈസ്, 6:50-55 ഇടയ്ക്ക് ഇവിടെ എപ്പോഴോ നേരം വെളുത്തു. എണീറ്റ് വന്നപ്പോൾ ഇരുട്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കാൻ പോയി വന്നപ്പോഴേക്കും വെളുത്തുപോയി. സുപ്രഭാതം. ഇളം കാറ്റിൽ എവിടെയോ തേങ്ങാക്കലകളൊക്കെ ആടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരിത്. ഇന്ന് മോർണിംഗ് നമ്മളൊരു മൊണാസ്ട്രിയിലാണ് കുർബാനയ്ക്ക് പോകുന്നത്. അപ്പം ഒരു നനഞ്ഞ ദിവസത്തെ കുർബാനയ്ക്ക് പോക്ക് എങ്ങനെയെന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. മഴയും തണുപ്പും കാറ്റും ഉറക്കം വരലും. കുർബാനയ്ക്ക് പോകാതിരിക്കാൻ ഇഷ്ടം പോലെ പ്രലോഭനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം അതിജീവിച്ച് വണ്ടിയെ കയറി കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8:15 കഴിഞ്ഞപ്പോൾ പൊതുവെ എത്രയില്ലായിരുന്നു. ഞാൻ ചോദിച്ചത് കൊണ്ട് പള്ളിപ്പെരുന്നാൾ പോലെ ഒരു ട്രക്ക് പോകുന്നുണ്ട്. ക്രൈസ്റ്റ് ചർച്ചിൽ ഇഷ്ടം പോലെ പള്ളികളും ഇഷ്ടം പോലെ കുർബാനയുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഒരു ദിവസം പോലും കുർബാന മിസ് ചെയ്യാതെ പോകാൻ പറ്റും. സ്റ്റിച്ചാണ് ഇന്നത്തെ ഡ്രൈവർ. GPS ഇന്ന് കുറച്ച് നേരത്തെ എത്ര ഒന്ന് വിചാരിച്ചാണ്, ബട്ട് ഡ്യൂ ടു ദ ഹെവി റെയിൻഫോൾ ആൻഡ് ട്രാഫിക് ബ്ലോക്ക് വി couldn't. However, we were on time. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ഇതോ അവിടെ നനഞ്ഞ കുട വെക്കാനായിട്ടൊരു ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കുടമാറ്റം നടന്നേനെ, കുടമുക്കൽ നടന്നേനെ. എത്ര തവണ, മൾട്ടിപ്പിൾ ടൈംസ്. ഐ ആം അനീര, ഐ മീൻ വിക്ടിം, നോട്ട് പ്രേ. നല്ല അടിപൊളി മഴ. അതെ, അടിപൊളി മഴയും തണുപ്പും ഒക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. ചേച്ചി നല്ല മറ്റേ മൗണ്ട് ഹെട്ടി പോകുന്ന പോലെ തൊപ്പിയൊക്കെ ആയിട്ടാണ് ഞാൻ തനി കൂതറായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നീ മറ്റേ തണുപ്പത്ത് തെർമൽസ് ഒന്നും ഇല്ലാതെ കിരിയായോ? ഇനി കോച്ചുവാദം പിടിച്ചിട്ടാണോ എടുക്കുന്നതെന്ന് പറയുന്നത്? നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ള സ്ഥലമാണ് ന്യൂസിലാൻഡ്. വിന്റർ ആണെങ്കിലും മഞ്ഞൊന്നും ഇവിടെ പെയ്യാറില്ല. വേറെ സ്ഥലങ്ങളിൽ വേറെ ഭാഗങ്ങളിലായിട്ട് പെയ്യാറുണ്ട്, ബട്ട് ഞങ്ങളുടെ ഈ ക്രൈസ്റ്റ് ചർച്ചിൽ പെയ്യാറില്ല. അല്ലെങ്കിൽ വല്ല കല്ലുമഴ പെയ്താലേ ഉള്ളൂ. അല്ല കല്ലുമഴയല്ല, മറ്റേ ഹെയിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ഞാവൽപ്പഴം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. ഞാവൽപ്പഴമല്ല, ആലിപ്പഴം. അത് ആലിപ്പഴം, ആലിപ്പഴം. ഞാവൽപ്പഴം വേറെ വേറെ. അതെനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. മലയാളത്തിൽ വലിയ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിച്ചുമ്പിയും പറയുന്നത്. വേറെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ നല്ല സ്ട്രൈറ്റ് ഇല്ലിനത്തിൽ നിന്ന്. ഇവിടെ ന്യൂസിലാൻഡിൽ അന്യായമായ ഞാവൽപ്പഴം പെയ്യാറുണ്ട്. റൗണ്ട് അബൌട്ട്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലൈൻ സൂക്ഷിച്ച് വെച്ചില്ലേ. ഇവിടുന്ന് സ്ട്രൈറ്റ് അല്ലേ? യെസ് ബോസ്. സ്കിൽഫുൾ ഡ്രൈവറായിട്ട് ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നു. കൊറേ അലോവേര നിൽക്കുന്നുണ്ട്. പോലെ എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ ഇത്ര നാളെ ജീവിച്ച ആൾക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. മോനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇത് മാറ്റുക, എന്നിട്ട് AC ഓഫ് ചെയ്തിട്ട് അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. പാർക്ക് അവിടെ കിടക്കും, AC അവിടെ കിടക്കും. വണ്ടി മുടിപ്പിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച പുതിയ പുതിയ റൂൾസ്. ഓക്കെ, ബൈ ദ ബൈ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാവേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു സിമ്പിൾ നനഞ്ഞ ദിവസത്തെ പള്ളിപ്പോക്ക്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളിവിടെ മെക്ക കോസ്മെറ്റിക്സിൽ പോകുന്നുണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. ബാഗ് പൊക്കി കാണിക്കുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മൾ കുറച്ച് ലിപ് ഷെയ്ഡും കോണ്ടോർ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാനായിട്ടാണ് വാങ്ങിക്കാനുമാണ് പോകുന്നത്. ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയും. അപ്പം നെക്സ്റ്റ് മെക്ക വ്ലോഗിൽ കാണാം. ബൈ ദ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.